നാഗറാണിയുടെ എപ്പിസോഡ് 2 എന്താണെന്ന് അറിയണ്ടേ? പ്രൊമോ എന്തായാലും കലക്കി. നാളെ നടക്കാൻ പോകുന്ന എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊമോക്കകത്ത് കാണിക്കുന്ന സുന്ദരിയായ നായികയാണ് അനന്തകുലത്തിന്റെ നാഗറാണി അനന്ത എന്നാണ് ഇന്നത്തെ പ്രൊമോയിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. പാമ്പാട്ടി കൂടയിൽ നിന്ന് ഒരു പാമ്പിനെ ഇറക്കി വിട്ടിട്ട് മകടി ഊതുമ്പോഴത്തേക്കും ഈ പാമ്പ് എന്ത് ചെയ്യുന്നു? അനന്തകുലത്തിന്റെ നാഗറാണിയായ അനന്തയുടെ പുറകെ പോകുന്നു. മാത്രമല്ല നമ്മുടെ 6 മഹാനാഗകന്യകമാര്, പണ്ടത്തെ നാഗകന്യക 1ലെയും 2ലെയും 3ലെയും 4ലെയും 5ലെയും 6ലെയും എല്ലാ നായികമാരെയും കാണിക്കുന്നുണ്ട് നാളത്തെ എപ്പിസോഡില്. നാളത്തെ എപ്പിസോഡ് എന്താണെന്ന് അറിയാൻ നിങ്ങൾ ഇപ്പോഴും എക്സൈറ്റഡ് ആണെന്ന് എനിക്കറിയാം. അപ്പൊ നാളത്തെ എപ്പിസോഡ് എന്താണെന്ന് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു മൂൺലൈറ്റ് മീഡിയ മാക്സ്. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ സീരിയലിന്റെ എക്സ്പ്ലനേഷനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാണ്ട് ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത്. അപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞു നിർത്തിയതിൻ്റെ ബാക്കിയായിട്ടാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ അനന്തയെ ഏറ്റുവാങ്ങിക്കുകയാണ്. അനന്ത എന്ന് കൊച്ചിന് പേര് വെച്ച് കൊച്ചിനെ ഏറ്റുവാങ്ങിക്കുകയാണ് നമ്മുടെ ഗുരീന്ദരും ശാലിനിയും. 24 വർഷം കഴിയുന്നു. അപ്പോൾ എല്ലാവരുടെയും വയസ്സൊക്കെ മാറുന്നു. എല്ലാവരും അറിയാമല്ലോ, 24 വർഷത്തിന് ശേഷം നമ്മുടെ ഗുരീന്ദരും ശാലിനിയൊക്കെ വീടൊക്കെ മാറി ഇപ്പം ന്യൂഡൽഹിയിലാണ് താമസിക്കുന്നത്. ന്യൂഡൽഹിയിൽ അവർ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും പ്രായത്തിൻ്റെതായിട്ടുള്ള മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ന്യൂസ് എന്താണ്? ന്യൂസ് മഹാകുംഭമേള വരാൻ പോവുകയാണ്. അപ്പം നമ്മുടെ ശാലിനി ന്യൂസ് കണ്ടിട്ട് പറയാണ്, കിച്ചണിൽ ചായ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അല്ല ഗുരീന്ദരേട്ടാ, നിങ്ങൾ ന്യൂസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊള്ളാം. പണ്ടത്തെ പോലെ നമുക്ക് ഓടി എത്താനൊന്നും പറ്റത്തില്ല. ഇപ്പം നമ്മൾ ന്യൂഡൽഹിയിലല്ലേ താമസിക്കുന്നത്, ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യുന്ന കാര്യം എന്തായി? മക്കളടുത്ത് പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ ഗുരീന്ദർ പറയാണ്, ശരിയാണല്ലോ, ഇവിടെ രാവിലെ ഒരു സാധനവും പൊട്ടുന്ന ശബ്ദമൊന്നും കേട്ടില്ലല്ലോ, നമ്മുടെ മോൾ എവിടെ, അനന്ത എവിടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അനന്ത, നിങ്ങളുടെ പൊന്നുമോൾ അനന്ത രാവിലെ തന്നെ മാർക്കറ്റിലോട്ട് പോയിട്ടുണ്ട്. ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഭ്രാന്തല്ലേ എന്നിങ്ങനെ പറയാണ് നമ്മുടെ ശാലിനി. അപ്പോൾ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നായിക അനന്തയാണ്. അനന്ത ഷോപ്പിംഗ് നടത്തുന്നതാണ്. അനന്തയെ കാണിക്കുന്ന ഒരു ആകാര വടിവോടെ ആര് കണ്ടാലും ഒന്ന് നോക്കി നിന്ന് പോകുന്ന അത്ര അടിപൊളിയായിട്ട് ഒരു നായികയാണ് നമ്മുടെ അനന്ത. അപ്പൊ അനന്ത ഇങ്ങനെ മാർക്കറ്റിലൂടെ നടന്നു പോകുന്നു. കുറേ പൂവാലന്മാർ നോക്കി അനന്തയെ നോക്കി വെള്ളം ഇറക്കുന്നു. അവരുടെ കയ്യിൽ ഇങ്ങനെ അനന്ത തൊടുന്നു. അവർ കൊടുക്കുന്ന വെള്ളം മേടിക്കുന്നു. അങ്ങനെ അനന്ത ഇങ്ങനെ കവലയിലൂടെ മാർക്കറ്റിലൂടെ നടന്നു പോവുകയാണ്. അപ്പൊ ഇതേ സമയം അവിടെ ഒരു പാമ്പാട്ടി ഇരിക്കുന്നുണ്ട്. പാമ്പാട്ടി തന്റെ കൂടയിൽ നിന്നും കൂടെ അടപ്പ് മാറ്റുമ്പോൾ ഒരു പാമ്പ് പുറത്തിറങ്ങുന്നു. പാമ്പിനെ ഇങ്ങനെ എന്ത് ചെയ്യുന്നു? മകടി ഊതിക്കൊണ്ട് പുറത്തേക്ക് വാ നാഗരാജാവേ, പുറത്തേക്ക് വാ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പാമ്പ് എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് വന്നിട്ട് നമ്മുടെ അനന്ത നടന്ന് പോവാണല്ലോ, അനന്തയുടെ പുറകിലൂടെ ഇങ്ങനെ എഴഞ്ഞെഴഞ്ഞെഴഞ്ഞ് ഈ പാമ്പ് അങ്ങ് പോവാണ്. അപ്പോഴാണ് നമ്മൾ അനന്തയുടെ മുഖം കാണിക്കുന്നത്. എന്ത് സുന്ദരിയാണല്ലേ! ഇവിടെ ഒരു പാമ്പിന്റെ ടാറ്റു ഒക്കെ ഉണ്ട് അനന്തയുടെ. അപ്പൊ അനന്ത എന്ത് ചെയ്യുന്നു? ഈ പാമ്പിനെ ഇങ്ങനെ പൊക്കിയെടുക്കുകയാണ്. എന്നിട്ട് പാമ്പിനെ പൊക്കിയെടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് പാമ്പാട്ടി വരികയാണ്. അയ്യോ, എൻ്റെ പാമ്പ് എനിക്ക് തിരിച്ചു താങ്ങി കൂടക്കകത്ത് വെക്കണേ എന്ന് പറയുമ്പോഴത്തേക്കും ഇതെന്തിനാ ഇങ്ങനെ തരുന്നത്? ഇങ്ങനെ പാമ്പിനെ ഒന്നും ഇങ്ങനെ പിടിച്ചു വെക്കാൻ പാടില്ല. അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? ശിവന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ പറയുക, ഇഷ്ടപ്പെട്ടതാണല്ലോ പാമ്പ്. അപ്പോൾ പാമ്പിനെ നമുക്ക് ശിവന്റെ അടുത്ത് വിടാമെന്ന് പറഞ്ഞിട്ട് അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു അമ്പലം പോലെ ഒരു ശിവലിംഗം പോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ശിവലിംഗത്തിന്റെ അടുത്ത് കൊണ്ടുപോയി എന്ത് ചെയ്യുന്നു? നമ്മുടെ അനന്ത പാമ്പിനെ അവിടെ വിടുവാണ്. എന്നിട്ട് ജയ് മഹാദേവ എന്ന് പറയുമ്പോൾ എല്ലാവരും അത് കണ്ടിട്ട് ആ പാമ്പ് എന്ത് ചെയ്യുന്നു? ആ ശിവലിംഗത്തിനെ ചുറ്റി അങ്ങനെ സന്തോഷത്തോടെ നിൽക്കുകയാണ്. പിന്നീടാണ് നമ്മുടെ അനന്തയുടെ കൂട്ടുകാരികളൊക്കെ ഓടി വന്നിട്ട്, നീ പൊളി തന്നെ, മാസ് തന്നെ, പാമ്പിനെയൊക്കെ നീ കൈകൊണ്ട് പിടിച്ചല്ലോ. അല്ല, നിന്റെ അനിയത്തി പൂർവി എവിടെ? അവളെ എന്ന് കണ്ടില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ നായികയുടെ അനിയത്തിയായ പൂർവിയെ കാണിക്കുന്നത്. കണ്ണടയൊക്കെ വെച്ച് 2 പല്ല് മാത്രമേ ഉള്ളൂ, ബാക്കി പല്ലൊക്കെ എന്താ പറയുക അസുഖം കാരണം ഇളകിപ്പോയി. അപ്പം എന്തൊക്കെ ഇൻഫെക്ഷൻസ് വന്ന് ഇളകിപ്പോയതാണ്, അലർജിക് ഇൻഫെക്ഷൻസ്. അപ്പോൾ പല്ലൊന്നും വേറെ പല്ലൊന്നുമില്ല, സോക്സ് ഒക്കെ ഇട്ടിരിക്കുകയാണ്. അതായത് തണുപ്പിന്റെ അസുഖം ഉണ്ടെന്ന് മനസ്സിലാവും. പിന്നെ കഴുത്തിൽ ഒരു എന്താ പറയുക ഒരു ID കാർഡ് പോലെ ഒരു സംഭവം ഇട്ടില്ല, അതിൽ പേന കൊളുത്തിയിട്ടിട്ടുണ്ട്, ഇൻഹെയിലർ, കലണ്ടർ, എഴുതാൻ കണക്കിന് ഒരു ബുക്ക് ഒക്കെ തൂക്കിയിട്ടിരിക്കുന്ന ഒരു നോർമൽ പെൺകുട്ടിയാണ് കാണിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ അനന്തയുടെ അനിയത്തി പൂർവി. അപ്പൊ ഈ പൂർവി എന്ത് ചെയ്യുന്നു? ഒരു കടയിൽ നിന്ന് കമ്മൽ മേടിക്കുന്നുണ്ട്. കമ്മൽ മേടിച്ചിട്ട് ഈ കമ്മലിന് പൈസ കൊടുത്തിട്ട് കമ്മൽ എടുക്കാൻ മറന്നു പോയിട്ട് അവിടെ നിന്ന് ഓടി വരുമ്പോൾ കുട്ടി ഈ കമ്മൽ എടുക്കുന്നില്ല, അയ്യോ ഞാൻ മറന്നുപോയേ എന്ന് പറഞ്ഞ് കമ്മലും എടുത്തുകൊണ്ട് ഓടുവാണ്. കമ്മലും എടുത്തുകൊണ്ട് ഓടുമ്പോൾ ഉണ്ട് ഒരാളുടെ കാല് തട്ടി നമ്മുടെ ഈ പൂർവി ചെളി വെള്ളത്തിൽ വീഴുവാണ്. ചെളി വെള്ളത്തിൽ വീഴുമ്പോഴത്തേക്കും പെട്ടെന്ന് അനന്ത ഇത് കണ്ടുകൊണ്ട് വരികയാണ്. എന്നിട്ട് എന്ത് പറ്റി പൂർവി, എന്താ നിനക്ക് പറ്റിയത്, എഴുന്നേക്ക് എന്ന് പറഞ്ഞ് പിടിച്ചെഴുന്നേപ്പിക്കുമ്പം ചേച്ചി ഇതല്ലേ ചേച്ചി നോക്കിയ കമ്മൽ, ഇതല്ലേ? പൂർവി ഇത് തന്നെ നോക്കിയ കമ്മൽ, ഒത്തിരി സന്തോഷം, ഞാൻ ഇന്ന് ഈ കമ്മൽ തന്നെ പാർട്ടിക്ക് ഇട്ടുകൊണ്ട് പോകും കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം? അവരുടെ ചേച്ചി അനിയത്തിയും
തമ്മിലുള്ള ഒരു സ്നേഹം കാണിക്കുവാണ്. എന്നിട്ട് അതിനുശേഷം പിന്നീട് നമ്മുടെ അനന്തയും പൂർവിയും കൂടെ വീട്ടിലോട്ട് പോവാണ്. വീട്ടിലോട്ട് വരുമ്പോൾ തന്നെ പൂർവ്വി പറയണം, ചേച്ചിയുടെ കമ്പനി തന്നെ ഇന്റർവ്യൂവിന് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയും വിളിച്ചില്ലല്ലോ, എന്താ ചേച്ചി? അപ്പോൾ പറയണം, നിന്നെ വിളിക്കും, നീ സമാധാനമായിട്ടിരിക്കും, നിനക്ക് ജോലി ഞാൻ വാങ്ങിച്ചു തന്നിരിക്കും. അപ്പൊ ഗുരീന്ദ്രൻ അച്ഛൻ അങ്ങോട്ട് വരുവാണ്. മോളെ പൂർവ്വി, ടിക്കറ്റിന്റെ കാര്യം ഞാൻ നിന്റെ അടുത്ത് ബുക്ക് ചെയ്യാൻ പറഞ്ഞ എന്തായി? ടിക്കറ്റ് ബുക്ക് ചെയ്തു? അയ്യോ അച്ഛാ, ഞാൻ ആ കാര്യം മറന്നുപോയി എന്നിങ്ങനെ പൂർവ്വി പറയണം. പൂർവ്വിക്ക് മറവിയുടെ പ്രശ്നവും ഉണ്ട് കേട്ടോ. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ശാലിനി പറയുന്നത്, കഴുത്തിൽ ആ കലണ്ടറൊക്കെ തൂക്കിയിട്ടുണ്ട് നടന്നാൽ പോരാ, അതിനകത്ത് വല്ലതും എഴുതി വെച്ചിട്ടുണ്ടോ നോക്ക്. അയ്യോ അമ്മേ, ഞാൻ എഴുതാൻ മറന്നുപോയി എന്ന് പറയുമ്പോൾ ശാലിനി എന്ത് ചെയ്യാണ്? പൂർവ്വിയെ വഴക്ക് പറയണം. അപ്പോൾ ഇവരുടെ ഇളയ ഒരു മകൻ കൂടിയുണ്ട്, രോഹൻ. അപ്പൊ രോഹൻ അങ്ങോട്ട് വരുവാണ്. രോഹൻ അങ്ങോട്ട് വന്നിട്ട്, ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു, ഇവളൊരു മണ്ടിയാണല്ലോ, ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു, ഞാനാണ് ബുദ്ധിമാൻ എന്ന് പറയണം. അപ്പൊ നമ്മുടെ പൂർവ്വി പെട്ടെന്ന് കരയുവാണ് എന്ന് പറഞ്ഞ് കരയുന്നു. അപ്പൊ രോഹൻ വീണ്ടും പറഞ്ഞു, നീ വെറും വണ്ടിയല്ലടി, നീ മരമണ്ടിയാണെന്ന് പറഞ്ഞ് കളിയാക്കുന്നു. അപ്പൊ എന്ത് ചെയ്യാണ് നമ്മുടെ അനന്ത, എടാ നീ എന്തിനാണ് അവളുടെ പിറകെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനെ ഓടിക്കാനായിട്ട് അടിച്ച് ഓടിക്കുകയാണ് അവിടെ നിന്ന് കളിയായിട്ട്. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ അനന്തം നോക്കുമ്പോൾ വീടിന്റെ ജനലിന്റെ പുറത്തു കൂടി രണ്ടുപേര് ഇങ്ങനെ അനന്തയെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അത് നാഗവേഷം പോലെ, അതായത് ഇവിടെ നോർമൽ ആൾക്കാരാണെന്ന് തോന്നുന്നില്ല, ഒരു പ്രത്യേക രീതിയിലുള്ള വേഷങ്ങളൊക്കെ ധരിച്ച രണ്ടുപേര്. ശരിക്കും ഈ രണ്ടുപേര് നാഗലോകത്തിലെ രണ്ട് നാഗകന്യകമാരാണ്. ഒരാൾ ഇച്ചിരി വയസ്സായ ഒരാൾ എന്ത് ചെയ്യാണ്, ഒരു 10-25 വയസ്സായ ഒരു പെൺകുട്ടിയും. രണ്ടുപേരും നാഗകന്യകമാരാണ്. അപ്പൊ ഇവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അനന്തേ, ഇവരാര്? അതേ പൂർവ്വി, അങ്ങോട്ട് നോക്കിക്കേ, എന്നെ രണ്ടുപേരും നോക്കുന്നു എന്ന് പറഞ്ഞ് വിളിച്ച് കാണിക്കുമ്പോൾ അവരെ രണ്ടുപേരെയും കാണുന്നില്ല. ഇവർ രണ്ടുപേരും കൂടി എന്ത് ചെയ്യണം, പുറത്തുനിന്ന് ഒളിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞത്, നമ്മുടെ സർവ്വശ്രേഷ്ഠ നാഗകന്യകയാണത്, പ്രണാമം, നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദർശനം വെച്ചിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യണം, അവർ പോവാണ്. പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ നമ്മുടെ അനന്ത എന്ത് ചെയ്യാണ്, റൂമൊക്കെ അടച്ചിരുന്ന് പാമ്പിന്റെയും നക്ഷത്രത്തിന്റെയൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ കുറെ പടങ്ങളൊക്കെ വരച്ച് അതൊക്കെ ഇങ്ങനെ നക്ഷത്രവും എന്താ പറയുക ഭൂതവും ഭാവിയൊക്കെ നോക്കുമ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാതിലിൽ പൂർവ്വി ഒന്ന് തട്ടുകയാണ്, ചേച്ചി എൻ്റെ ഇൻഹേലർ എനിക്ക് എടുക്കണം, വാതിൽ തുറക്ക് എന്ന് പറഞ്ഞ് വാതിൽ തുറക്കുന്നു. ഇൻഹേലർ പോയി എടുക്കുകയാണ്. അപ്പോൾ അനന്ത എന്ത് ചെയ്യുന്നു, കണ്ണാടിയുടെ മുമ്പിൽ പോയി ഒരുങ്ങുമ്പോൾ, ചേച്ചി എങ്ങോട്ട് പോവാ? പൂർവ്വി, നീ മറന്നുപോയോ, എനിക്കിന്ന് പാർട്ടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ, എൻ്റെ ഓഫീസിലെ ബോസിന് ഇന്ന് അവാർഡ് കിട്ടും, ബെസ്റ്റ് ജേർണലിസ്റ്റിനുള്ള അവാർഡ് കിട്ടും. അത് പ്രഖ്യാപിച്ചിട്ടില്ല, പക്ഷെ പ്രഖ്യാപിച്ചില്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ സാറിനെ അത് കിട്ടും, നമ്മുടെ ബോസിനെ അത് കിട്ടുള്ളൂ. അപ്പോൾ പൂർവ്വി പറയണം, ചേച്ചി അല്ലെങ്കിൽ അടിപൊളിയല്ലേ, ചേച്ചി അവിടെ ഫാഷൻ ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുന്നു, നമ്മുടെ കുടുംബം മുഴുവൻ നോക്കുന്ന ചേച്ചി, അതുകൊണ്ട് ചേച്ചി എല്ലാവരും ശ്രദ്ധിക്കും, എന്നെ പോലെ ഒരുത്തി ആരും ശ്രദ്ധിക്കാൻ ആരും എന്നെ നോക്കില്ല. അപ്പൊ അനന്ത പറയാണ്, നീ എൻ്റെ ജീവനല്ലേ പൂർവ്വി, നിന്നെ എല്ലാവരും നോക്കും എന്ന് പറഞ്ഞുകൊണ്ട് പൂർവ്വി അവിടെ വിളിച്ചിരുത്തിയിട്ട് പൂർവ്വിയെ കണ്ണാടിയുടെ മുന്നിലെടുത്തിട്ട്, നീ ഒരുങ്ങ്, നീയും എൻ്റെ കൂടെ ഒന്ന് പാർട്ടിക്ക് വരണം, വാ, നിനക്ക് ഞാൻ ജോലി വാങ്ങിച്ചു തരാം. എനിക്ക് ചേച്ചി എങ്ങനെ ജോലി വാങ്ങിച്ചു തരാൻ? ആ ചേച്ചിയുടെ കയ്യിലുള്ള മാജിക് വല്ലതും ഉണ്ടോ? മാജിക് ഒന്നും എൻ്റെ കയ്യിലില്ല, പക്ഷെ എൻ്റെ കയ്യിൽ സൂപ്പർ പവേഴ്സ് ഉണ്ട് എന്നിങ്ങനെ അനന്ത പറയുവാണ്. എന്നിട്ട് പിന്നെ കാണിക്കുന്നത് ഓഫീസാണ്, അതായത് അനന്തയുടെ ഓഫീസ്. അവിടെ ബാൽക്കണിയിൽ നമ്മുടെ നായകൻ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നായകൻ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നു, കള്ളൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ TV-യിൽ അനൗൺസ് ചെയ്യുകയാണ് ന്യൂസിൽ, 2025 ബെസ്റ്റ് ജേർണലിസ്റ്റിനുള്ള അവാർഡ് ആർക്കാണ്? മൂന്നാമത്തെ തവണയും അടിക്കടി 3-ാം പ്രാവശ്യം ആര്യമൻ സൂര്യക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ആര്യമനാണ് നമ്മുടെ നായകൻ. അപ്പൊ ആര്യമൻ ഇത് കേൾക്കുന്നു, അറിയുന്ന ആര്യമന് വലിയ ഞെട്ടലൊന്നുമില്ല, ആര്യമൻ അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ ആര്യമൻ ഇറങ്ങി താഴെ എല്ലാവരും താഴെ പാർട്ടി നടത്തുവാണ്. അപ്പോൾ ആര്യമൻ പാർട്ടിയിലോട്ട് ഇറങ്ങി വരുന്നു. അപ്പോൾ ഒരു അസിസ്റ്റന്റ്, സാറിന് കൺഗ്രാജുലേഷൻ അയക്കാൻ മിനിസ്റ്റർ വിളിച്ചിരുന്നു, മറ്റേ സെക്രട്ടറി വിളിച്ചിരുന്നു, അസിസ്റ്റന്റ് വിളിച്ചിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ആര്യമൻ പറയണം, എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വല്ല കാര്യം ഉണ്ടെങ്കിൽ പറയും. അപ്പോൾ സാർ അവർ വിളിച്ചിരുന്നു, പക്ഷേ എനിക്കിതൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞാൽ ആര്യമൻ ഒരുമാതിരി ഒരു കർക്കശ സ്വഭാവം. അപ്പോഴത്തേക്കും നമ്മുടെ എന്ത് ചെയ്യാണ്, ഈ അസിസ്റ്റന്റ് ചോദിക്കുവാണ്, അതായത് ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ളത്, എൻ്റെ കല്യാണം വരാൻ പോവാണ് സാർ. കല്യാണമോ? ഇതുപോലൊരു കുരുക്ക്, നിന്റെ ജീവിതം തീർന്നു, അപ്പം നീ ആത്മഹത്യ ചെയ്യാൻ പോവാണല്ലേ? ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ എന്ന് പറഞ്ഞ് അവളെ കളിയാക്കുവാണ്. അപ്പോൾ ഈ സ്റ്റാഫ്, ഇയാളത് എന്തോ സ്വഭാവം, ഞാൻ എൻ്റെ കല്യാണമാണെന്ന് പറഞ്ഞപ്പോൾ എന്നെ ഇങ്ങനെ ശപിച്ച് വിടുന്ന, ആട്ടി വിടുന്ന എന്ന് പറഞ്ഞുകൊണ്ട് നേരെ പോയി മറ്റുള്ള സ്റ്റാഫിൻ്റെ അടുത്ത് പലദൂഷണം പറയുവാണ്. എന്നിട്ട് നമ്മുടെ സ്റ്റാഫുകൾ എല്ലാവരും കൂടി രാത്രി ഒരു സ്റ്റാഫ് അങ്ങോട്ട് വരുവാണ്. വന്നിട്ട് വീണ്ടും നമ്മുടെ ആര്യമൻ്റെ അടുത്ത് പറയണം, സാർ ഇന്ന് 9 മണിയെടുത്ത് ന്യൂസിന് സാറിന് അവാർഡ് കിട്ടിയ കാര്യം നമ്മൾ പറയാൻ പോകണം. അപ്പോൾ എന്തിനാണ് അതൊക്കെ പറയുന്നത്? ആവശ്യമുള്ള എന്തെങ്കിലും കാര്യം ന്യൂസിൽ കൊടുത്താൽ ഈ കാര്യം ഒന്നും പറയണ്ട, അവാർഡൊക്കെ കിട്ടുന്നത് എനിക്ക് പുല്ല് പോലെയാണ് എന്നൊക്കെ പറഞ്ഞ് പുച്ഛഭാവം. എന്നിട്ട് ആര്യമൻ്റെ ക്യാബിനിൽ വന്നിരിക്കുമ്പോഴത്തേക്കും ആര്യമൻ്റെ സ്വന്തം അനിയൻ രവീഷ് അങ്ങോട്ട് വരുന്നുണ്ട്, ആര്യമൻ്റെ കസിൻ അർജുൻ വരുന്നുണ്ട്. രണ്ടുപേരും വന്ന് കൺഗ്രാറ്റ്സ് ഒക്കെ പറയുന്നു. അപ്പം നമ്മുടെ അനിയത്തിമാരായ പിങ്കിയും നിഷയൊക്കെ പാർട്ടി ഒരുക്കിയിരിക്കുകയാണ് ചേട്ടാ എന്ന് അനിയൻ രവീഷ് ആര്യമൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആര്യമൻ്റെ കസിനായ കരൺ അങ്ങോട്ട് വന്നിട്ട് കൺഗ്രാറ്റ്സ്, നിന്നെ ഉദ്ദേശിച്ച് എനിക്ക് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞിട്ട് കർക്കശ സ്വഭാവത്തോടെ പറഞ്ഞുകൊണ്ട് പോകുന്നു. അപ്പോൾ എന്താ ഈ കരൺ മാത്രം എന്താ ഇങ്ങനെ ഒരുമാതിരി പെരുമാറുന്നത്, നിങ്ങളെ ഇഷ്ടമല്ലെന്ന് തോന്നുന്നു ചേട്ടാ എന്ന് സ്വന്തം അനിയനായ രവീഷ് തന്നെ പറയുവാണ്. അഹങ്കാരിയാണ് ചേട്ടാ, അഹങ്കാരിയാണെന്നാണ് കരൺ ചേട്ടൻ പറയുന്നത് എന്ന് കരന്റെ സ്വന്തം അനിയൻ രോഹൻ തന്നെ കരന്റെ സ്വന്തം അനിയൻ അർജുൻ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ആരും പറയണം, അഹങ്കാരോ എനിക്കോ? ഞാൻ എന്താ പറയാനാ, നിങ്ങളൊക്കെ ഓരോന്നിങ്ങനെ പറയുന്നുണ്ടാ ഞാൻ ഇപ്പോഴും ഒറ്റയ്ക്ക് എൻ്റെ കാര്യം നോക്കി നിൽക്കുന്നേ.
പിന്നെ അവിടെ പൂക്കളൊക്കെ കുറെ പറക്കി എനിക്ക് കൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ, ഇതെല്ലാം അല്ല ശവത്തിന്റെ പുറത്തും കൊണ്ട് വെക്ക് എന്നിങ്ങനെ ആര്യമൻ പറയണം. അപ്പൊ ആര്യമൻ അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. എന്നിട്ട് പിന്നീട് അപ്പം നമ്മൾ പാർട്ടിയൊക്കെ ഒരുക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതിനൊന്നും പറഞ്ഞില്ല, ഞാൻ പോവാണ് എന്നും പറഞ്ഞ് ആര്യമൻ ദേഷ്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും എന്ത് ചെയ്യാണ്, പിങ്കിയും നിഷയും, അതായത് ആര്യമൻ്റെ അനിയത്തി പിങ്കി, സ്വന്തം അനിയത്തി പിങ്കിയും കസിൻ സിസ്റ്ററും നിഷയും കൂടെ വരുവാണ്. എന്നിട്ട് ചേട്ടൻ്റെ പെണ്ണുങ്ങളെയൊന്നും ഇഷ്ടമല്ലെന്ന് നമുക്കറിയാം, പക്ഷെ നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പാർട്ടി ചേട്ടന് വേണ്ടിയില്ല, ചേട്ടൻ പോവരുത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അവിടെ ഒരു അസിസ്റ്റന്റ് വന്നിട്ട് പറഞ്ഞു, സാർ പരമീത് സാറും ബൽജീത്ത് സാറും വരുന്നുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ പരമീതും ബൽജീത്തും 19 വയസ്സ് പ്രായമുള്ള 2 പേര് ആ ഓഫീസിലോട്ട് വരുവാണ്. ഈ 2 പേർക്ക് നമ്മുടെ പണ്ടത്തെ 4 ദുഷ്ടന്മാരില്ലേ, 25 വർഷം മുമ്പുള്ള 4 ദുഷ്ടന്മാർ, അതിൽ 2 പേരുടെ ഛായയുണ്ട്. അപ്പൊ അതിനകത്ത് ഒരാൾ ആരാണ്, ഈ പരമീത് എന്ന് പറയുന്ന ആള് ഈ ആര്യമന്റെ അച്ഛനാണ്. വന്ന് കൺഗ്രാറ്റ്സ് പറയുന്നു, കെട്ടിപ്പിടിക്കുന്നു. രണ്ടാമത്തത് ബൽജീത്ത്, ഈ പരമീതിന്റെ സ്വന്തം അനിയൻ ബൽജീത്ത്, ചെറിയച്ഛൻ, 2 പേരും വന്ന് കെട്ടിപ്പിടിക്കുന്നു. അപ്പം എല്ലാ പ്രാവശ്യത്തെയും പോലെ ഈ ദുഷ്ടന്റെ മോൻ തന്നെയാണ് ഈ പറയുന്ന ആര്യമൻ. അപ്പോൾ അങ്ങനെ അവർ കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുവാണ്. ഇതേ സമയം നമ്മുടെ അനന്തയും പൂർവിയും കൂടെ കാർ ഓടിച്ച് പാർട്ടിക്ക് വരുവാണ്. അപ്പോൾ അനന്തയാണ് കാർ ഓടിക്കുന്നത്. അനന്ത പറയണത്, പൂർവി എനിക്കറിയാം നീ സോക്സ് തപ്പുമെന്ന്, ഞാൻ സോക്സ് അവിടെ വെച്ചിട്ടുണ്ട്, എടുത്തിട്ടോ, പിന്നെ നിന്റെ ജാക്കറ്റൊക്കെ എടുത്ത് മാറ്റും, നിനക്ക് തണുക്കത്തൊന്നുമില്ല. ഇല്ല ചേച്ചി എനിക്ക് തണുക്കും, നീ മാറ്റി പൂർവി, ഞാൻ പറയുന്നൊന്ന് കേക്ക് എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ 1-2 പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് വരുമ്പോൾ എന്ത് ചെയ്യാണ്, കാറ് ബ്രേക്ക് ഡൗൺ ആവുന്നു. ഈ കാറിന് ഇതെന്ത് പറ്റി എന്ന് പറഞ്ഞ് അനന്ത ഇങ്ങനെ കാറിനിങ്ങനെ നോക്കുമ്പോഴാണ് ദൂരെ ഒരു ക്ഷേത്രം കാണുന്നത്. അപ്പോൾ അനന്ത കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ ആ ക്ഷേത്രം ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴത്തേക്കുമാണ് നമ്മുടെ നേരത്തെ 2 നാഗകന്യകമാരെ ഇവരെ ഒളിഞ്ഞു നോക്കിയില്ലേ. അപ്പോൾ ഈ ഒളിഞ്ഞു നോക്കിയ 2 നാഗകന്യകമാർ ആ ക്ഷേത്രത്തിന്റെ പുറകെ ഇന്നുകൊണ്ട് പറയുന്നത്, നിങ്ങൾ വരൂ, നിങ്ങൾ ഇവിടേക്കാണ് വരേണ്ടത്, വാ, നിങ്ങൾ വന്ന് നമ്മുടെ സിംഹാസനത്തിൽ ഇരിക്കുക, നിങ്ങൾ നമ്മുടെ റാണിയാണ് എന്നൊക്കെ ഇങ്ങനെ മാറി ഇന്ന് അവർ ഒളിച്ചെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൂർവി കാറിൽ നിന്ന് ഇറങ്ങി വരുന്നത്, എന്താ ചേച്ചി ഇത്? അപ്പോഴത്തേക്ക് അനന്ത പറയണം, ആ അമ്പലമില്ലേ, അത് നാഗക്ഷേത്രമാണ്, ഇച്ഛാധാരി നാഗകന്യകമാരും നാഗങ്ങളും ഒക്കെ അവിടെ വരുമെന്ന് നേരിട്ട് കാണുമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് എന്നിങ്ങനെ. അപ്പോൾ പൂർവ്വി പറഞ്ഞു, ചേച്ചി എനിക്ക് തണുക്കുന്നു, നമുക്ക് പോവാം എന്ന് പറഞ്ഞ് 2 പേരും കൂടെ എന്ത് ചെയ്യാണ്, അവിടെ നിന്ന് വീണ്ടും വണ്ടിയിലോട്ട് പോയിരുന്ന് സ്റ്റാർട്ട് ചെയ്യും. വണ്ടി എങ്ങനെയോ സ്റ്റാർട്ടായല്ലോ എന്ന് പറഞ്ഞ് വണ്ടി സ്റ്റാർട്ടായി അനന്ത കാർ ഓടിച്ച് പോകുന്നുണ്ട്. എന്നിട്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അമ്പലം, ആ നാഗക്ഷേത്രം എന്ത് ചെയ്യാണ്, തുറക്കുകയാണ്. ആര്? ഈ 2 നാഗകന്യകമാരെ. ഇതിനകത്ത് വയസ്സായ നാഗകന്യകയുടെ പേര് ഉത്തര എന്നും മറ്റേ നാഗകന്യകയുടെ പേര് ഭരണി എന്നുമാണ്. അപ്പോൾ ഉത്തരാമ്മയും ഭരണിയും കൂടി വാതിൽ തുറക്കുവാണ്. അപ്പോൾ ഭരണി പറയാണ്, ഞാൻ ഈ നാഗലോകത്തിനെ കുറിച്ച് ഒത്തിരി കേട്ടിട്ടുണ്ട്, നാഗലോകത്തിലെ 100 വർഷം തപസ്സിരുന്ന 6 മഹാനാഗകന്യകമാർ ആരൊക്കെയാണ്, എനിക്ക് പറഞ്ഞു താ, എനിക്ക് കേൾക്കാൻ കൊതിയായി. അപ്പോഴും നമ്മൾ ഉത്തരാമ്മ പറയാണ്, ഞാൻ പറഞ്ഞു തരാം, ഇവരൊക്കെ കാരണമാണ് നമ്മളെയൊക്കെ ഇന്ന് ആൾക്കാർ തിരിച്ചറിയാൻ തന്നെ തുടങ്ങിയത്. നാഗകന്യകമാര് ഭൂമിയിൽ വരുമെന്ന് മനുഷ്യർക്ക് മനസ്സിലായത് ഇവരൊക്കെ കാരണമാണ് എന്നിങ്ങനെ പറയാണ്. എന്നിട്ട് ഓരോ നാഗകന്യകമാരെയും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇത് ആ നാഗകന്യക, ഇത് ഈ നാഗകന്യക എന്ന് പറഞ്ഞ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് നാഗകന്യക 7 ആണെന്ന്. നിങ്ങൾക്ക് അറിയാലോ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അപ്പം നാഗകന്യക 1-ലെയും 2-ലെയും 3-ലെയും 4-ലെയും 5-ലെയും 6-ലെയും നായികമാരുടെ ഫോട്ടോസ് അവിടെ ചുമരിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ ഫോട്ടോസ് കാണിച്ചാണ് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ നാഗകന്യക 1 ഉം 2 ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ഉത്തരാമ്മ പറയുവാണ്, വേറെ കാര്യമായിട്ടൊന്നുമില്ല, ഉത്തരാമ്മ പറയുന്നത് ഇവളാണ് ആദ്യമായിട്ട്, ഇവക്ക് വേണ്ടിയിട്ടാണ് നാഗലോകത്തിന്റെ വാതിൽ തുറന്നത്. മനുഷ്യനും നാഗകന്യകയും ആദ്യമായിട്ട് ഒരുമിച്ചു. ഭൂമിയിൽ വന്നിട്ടുള്ള ആദ്യത്തെ ഇച്ഛാധാരി നാഗകന്യകയാണ് ഇവള്, ശിവന്യ. അച്ഛൻ്റെയും അമ്മയുടെയും പ്രതികാരം ചെയ്യാനാണ് അവൾ വന്നത്. നാഗമാണിക്യത്തിനെയും അവൾ രക്ഷിച്ചു. ഇതാണ് ശിവന്യ എന്ന് പറയുന്നത്. നമ്മുടെ ശിവന്യ നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ശിവന്യയുടെ ഫോട്ടോ കാണിക്കുകയാണ്. എന്നിട്ട് തൊട്ടടുത്ത് തന്നെ ഇതാണ് ഈ ശിവന്യയുടെ മോളാണ് ശിവാംഗി. അതായത് നാഗകന്യക 2-ൽ, അത് 1-ന്റെ കാര്യം കഴിഞ്ഞ് എന്നിട്ട് 2-ന്റെ കാര്യം പറയുന്നത്. ഇതാണ് ശിവന്യയുടെ മോള് ശിവാംഗി. അമ്മയുടെ ശക്തി അവൾക്ക് അതുപോലെ തന്നെ കിട്ടി. അവളുടെ ശിവന്യെ കൊന്നതിന്റെ പ്രതികാരമാണ് ശിവാംഗി വീട്ടിയത് എന്ന് പറഞ്ഞ് ശിവാംഗിയുടെ കാര്യവും കഴിയുന്നത്. ഇനി അടുത്ത് നാഗകന്യക 3-ലെ ആളുടെ കാര്യം പറയണേ. ഇതാണ് ഇച്ഛാധാരി നാഗകന്യകമാരുടെ ഒത്ത ജോഡി, മേഘ. അപ്പം രൂപം മാറി പ്രതികാരം ചെയ്യാൻ വന്ന ആദ്യത്തെ നാഗകന്യകയാണ് ഇവള് എന്ന് പറഞ്ഞ് നാഗകന്യക 3-യുടെ കാര്യവും പറയുകയാണ്. അടുത്ത നാഗകന്യക 4-ന്റെ കാര്യം, അടുത്ത ഫോട്ടോ. വിധിയുടെ വിഷവിളയാട്ടം കളിച്ച് ഇവളുടെ മുന്നിൽ കിടന്ന് നാടകം ആടുകയായിരുന്നു. ഇതാണ് ഇച്ഛാധാരി നാഗകന്യക വൃന്ദ. ചതിക്കെതിരെ പോരാടിയപ്പോൾ പ്രകൃതി അവൾക്ക് അവളുടെ വ്യക്തിത്വം തന്നെ കാണിച്ചു കൊടുത്തു. ഇതാണ് നാഗകന്യക 4-ലെ വൃന്ദ എന്നുള്ള ലെവലിൽ വൃന്ദയെ പരിചയപ്പെടുത്താണ്. പിന്നീട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാഗകന്യക 5-ലെയും 6-ലെയും കാര്യം പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിലും 5-ഉം 6-ഉം മലയാളത്തിൽ വന്നിട്ടില്ലാത്തതുകൊണ്ട് ആൾക്കാർക്ക് അറിയില്ല. എന്നാലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതാണ് നാഗലോകത്തിൽ ആദ്യമായിട്ട് ഉണ്ടായിട്ടുള്ള നാഗകന്യക. ആദ്യ നാഗകന്യകയായിട്ടുള്ള ബാനി. ശത്രുവായ കഴുകനെ തന്നെ പ്രണയിച്ച് അവന്റെ കൂടെ തന്നെ ഒരു അത്ഭുത പ്രണയകഥ സൃഷ്ടിച്ചവളാണ് ഈ ആദ്യ നാഗകന്യകയായ ബാനി എന്ന് പറയാണ്. എന്നിട്ട് അടുത്ത സീസൺ 6-ലോട്ട് വരുന്നു.
മഹാമാരിയായിട്ട് അസുരൻ വന്നു, അതായത് നമ്മുടെ രാജ്യത്ത് മൊത്തം അസുഖം പിടിപ്പിക്കാനായിട്ട് വന്ന സമയത്ത് നമ്മൾ രക്ഷിച്ച നാഗകന്യകമാരുടെ എല്ലാം നാഗകന്യകയായ നാഗകന്യകയായ പ്രദയുടെ ഫോട്ടോയാണ്. ഇതാണ് പ്രദ. എന്നിട്ട് വീണ്ടും അടുത്ത പ്രദയുടെ മകളുടെ പുനർജന്മമായ പ്രകൃതി, അതായത് ഇന്നലത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്ന നമ്മുടെ അനന്തയെ പ്രസവിക്കുന്ന ആ നടിയില്ലേ, ആ നടിയുടെ ഫോട്ടോ അവിടെയുണ്ട്. ഇതാണ് നമ്മുടെ മഹാനാഗകന്യക, അനന്തകുലത്തിന്റെ നാഗകന്യകയായ പ്രകൃതി എന്ന് പറഞ്ഞിട്ട് പ്രകൃതിയുടെ ഫോട്ടോയും കാണിക്കുകയാണ്. അപ്പോൾ പ്രകൃതി, നിങ്ങൾ പോയതിന് ശേഷം നമ്മുടെ നാഗലോകം ഇങ്ങനെ കുറേ ആരും ഒരു അധികാരികളും ഇല്ലാതെ ഇങ്ങനെ കിടക്കുമായിരുന്നു. പക്ഷേ ഇപ്പം നിങ്ങളുടെ അംശം വീണ്ടും എന്ത് ചെയ്യാണ്, ഇവിടെ വരാൻ വേണ്ടി പോവുകയാണ്. അടുത്ത സമയമായി അനന്തകുലത്തിന്റെ നാഗറാണി അനന്ത വരാനായിട്ട്. അതായത് ഈ പ്രകൃതിയുടെ മോളാണ് അനന്ത. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പോഴവിടെ വലിയ അനന്തയുടെ ഫോട്ടോ അവിടെ ഇരിപ്പുണ്ട്. ഒരു കർട്ടനൊക്കെ ഇട്ട് ഇങ്ങനെ മൂടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഫോട്ടോ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് കുലുങ്ങുന്നു, വീഴാൻ വേണ്ടി തുടങ്ങുവാണ്. അപ്പം നമ്മുടെ ഉത്തരാമയും ഭരണിയും കൂടെ ഓടിപ്പോയി ആ ഫോട്ടോ ഇങ്ങനെ വീഴാതെ താങ്ങി പിടിക്കുവാണ്. ഇതേ സമയം നമ്മുടെ വീട്ടിൽ ശാലിനിയും ഗുരീന്ദ്രനും കൂടെ സംസാരിക്കുകയാണ്. ശാലിനി പറയാണ്, വർഷം 24 കഴിഞ്ഞു, പക്ഷെ നമ്മൾ ഇപ്പോഴും ഒരു രഹസ്യം മൂടി വെക്കുവാണ്. എന്താണ് രഹസ്യം? നമ്മുടെ മോള് അനന്തയ്ക്ക് പൂർവിയുടെ പേരും കൊടുത്തു, പൂർവിക്കാണ് നമ്മൾ എന്ത് ചെയ്തത്, അനന്തയുടെ പേരും കൊടുത്തത് എന്ന് പറയുകയാണ്. അതായത് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നു, ഇവര് നമ്മുടെ അനന്ത എന്ന് പറഞ്ഞ് കാണിച്ചുകൊണ്ടിരുന്നത് അത് യഥാർത്ഥത്തിൽ അനന്ത അല്ല, നമ്മുടെ പൂർവി ഇല്ലേ, പല്ലൊക്കെ ഇങ്ങനെയുള്ള കണ്ണടയൊക്കെ വെച്ച അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാഗറാണി. പക്ഷെ ഇവരെന്ത് ചെയ്തു, ആരും അറിയാതിരിക്കാൻ വേണ്ടി അനന്ത എന്നുള്ള പേര് ഇവരുടെ മോക്കിട്ടു. എന്നിട്ട് ഇവർക്ക് പുതിയൊരു പേര് പൂർവി എന്ന് പറഞ്ഞ പേരാണ് കൊടുത്തത്. അപ്പോഴാണ് കാണിക്കുന്നത് ഈ നാഗക്ഷേത്രത്തിൽ ഇപ്പൊ ഉത്തരാമയും ഭരണിയും കൂടെ താങ്ങി പിടിച്ചിരിക്കുന്ന ഫോട്ടോ കാണിക്കുകയാണ്. അത് പൂർവിയുടെ ഫോട്ടോ, നാഗവേഷത്തിൽ നിൽക്കുന്ന പൂർവിയുടെ ഫോട്ടോ. അപ്പോഴാണ് ഇങ്ങനെ ഫ്ലാഷ് ബാക്കിൽ ഒന്നും കൂടി എടുത്ത് കാണിക്കുന്നത്. നമ്മുടെ പാമ്പാട്ടി ഇങ്ങനെ പാമ്പിനെ ഊതിയൊക്കെ നേരത്തെ ഇറക്കി വിട്ടില്ലേ മാർക്കറ്റിൽ വെച്ച്. അപ്പൊ ഈ പാമ്പ് ഇഴഞ്ഞു പോയതെല്ലാം ഈ പൂർവിയുടെ പിറകെയായിരുന്നു. അനന്ത പോയതിന്റെ തൊട്ട് പിറകെ പൂർവി ഉണ്ടായിരുന്നു. അപ്പൊ സയന്റിസ്റ്റിന്റെ വാക്കുകൾ ഒന്നും കൂടി എടുത്ത് കാണിക്കുവാണ്. അനന്തകുലത്തിന്റെ നാഗകന്യക അനന്ത, അവള് വരും, രാജ്യത്തിനെ രക്ഷിക്കുമെന്ന് പറയുന്ന സാധനം കാണിക്കാൻ. അപ്പൊ യഥാർത്ഥത്തില് അനന്തയല്ല അനന്തകുലത്തിന്റെ നാഗകന്യക, ആരാണ്, പൂർവിയാണ് എന്നൊരു ഭയങ്കര വലിയൊരു ട്വിസ്റ്റ് ആണ് ഈ എപ്പിസോഡിനകത്ത് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡ് എന്താണെന്ന് കാണാൻ നിങ്ങൾ വെയിറ്റിംഗ് ആണെങ്കിൽ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. ഞാൻ പറയുന്ന റിവ്യൂ ഒക്കെ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ മനസ്സിലാവുന്നുണ്ടോയെന്നും താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് വരാം. നാളത്തെ പ്രൊമോ കണ്ടിട്ട് അതിൻ്റെ ബാക്കിയായിട്ട് ഞാൻ പറയാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേവർക്കും ബൈ.